ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്നൊരു ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചാലഞ്ചിന്റെ പേരെന്താണ്? ഫുഡ് ചാലഞ്ച്. അതൊന്നും വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ചലഞ്ചില് മെയിൻ ആയിട്ടുള്ള ഒരു ഫുഡ് വരും, കോമൺ ആയിട്ട്. അതില് 4 ടിപ്പുകൾ വരും. അപ്പൊ ചിലത് അതില് വിയേർഡ് ഉണ്ടാവും, ചിലത് നല്ലതുണ്ടാവും. നല്ലത് കിട്ടുന്ന ആൾക്ക് ലക്കി, അല്ലാത്ത ആള് അൺലക്കി. അപ്പൊ നമുക്ക് തുടങ്ങാം. പൊട്ടറ്റോ ഫ്രൈ ആണ്. അതിൽ 4 ടിപ്പ് വന്നിട്ടുണ്ടാകുന്ന എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് നറുക്കെടുക്കാം. അപ്പൊ 1, 2, 3, 4 ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇത് കിട്ടുന്ന ആള്, ഇപ്പൊ എനിക്ക് 1 ആണ് കിട്ടണമെങ്കിൽ ഞാൻ ഈ 1 എടുക്കണം. ഇൻ കേസ് 4 ആണ് കിട്ടണമെങ്കിൽ 4 എടുക്കണം. അങ്ങനെ. അപ്പൊ നറുക്കെടുക്കാം. അപ്പൊ സൗഭാഗ്യം അല്ലല്ല KSFയുടെ സൗഭാഗ്യം നറുക്കെടുപ്പ് ചിട്ടി നമ്പർ നാളെയാണ്. എനിക്ക് തന്നെ കിട്ടും. തുറക്കാൻ പോണേട്ടാ. അപ്പൊ 1 എടുക്ക്. തുറക്കല്ലേ. 2 3 ഞാനാണ്. ആദ്യം ചാടിക്കേറി എടുത്ത ഞാന്, പക്ഷെ എനിക്ക് അവസാനത്തെ പോയി കിട്ടിയത്. പറയാൻ പറ്റില്ല, അതിന്റെ ഉള്ളിലാണ് ബാക്കിയെങ്കിലും. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് മടക്കിയാക്ക്. അയ്യോ പേടിയാവും. ഇവിടെ ക്യാമറമാനോനെ ഇതൊക്കെ എടുത്ത് മാറ്റി സൂം ചെയ്തെടുക്കട്ടാ. പറയല്ലേ. തുറക്കാൻ വേണ്ടി തുറക്കാം. പറ എന്താ കിട്ടിയെന്ന് പറ. ചീസ് സ്പ്രെഡ്. ചോക്ലേറ്റ് സിറപ്പ്. പൊട്ടറ്റോ. ഒന്നിന്ന് തന്നെ തുടങ്ങാം. അനക്കാം നന്നായിട്ട്. കുഴപ്പമില്ല. സോസ് രണ്ടെണ്ണം വെച്ച് കഴിക്കണം. അതുകൊണ്ട് ഫുള്ളും കഴിക്കാന്നല്ലേ. നെക്സ്റ്റ് 2 ആരാ? നീ തന്നെ. ഞാനല്ലല്ലോ, ഞാൻ 3. അത് കട്ട് ചെയ്തിട്ട് രണ്ടാമത് ചീസ്. ഇത് വേണേ ഞാൻ എത്ര വേണേലും കഴിക്കാട്ടാ. എനിക്ക് അങ്ങനെ പരാതിയൊന്നുമില്ല. അങ്ങനെ വേണ്ട, മര്യാദ കഴിക്കണമെങ്കിൽ എല്ലാം കഴിച്ചോളണം. എല്ലാ സാധനവും ഇങ്ങനെ തന്നെ കഴിച്ചില്ലെങ്കിൽ തല ഞാൻ തല്ലിയാൻ പൊളിക്കുന്നേ. സൂപ്പറാ. വലുതൊക്കെ എടുത്തില്ല. ഞങ്ങൾക്കും കിട്ടോട്ട് ഇതുപോലെയൊക്കെ. ഒരെണ്ണല്ലോ. ഇനി അടുത്തത് ഞാനാണ് ഗൈസ്. 3G അടിച്ചു കുത്തിയിരിക്കുന്നത് ഞാൻ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. കുഴപ്പമില്ല എടി. ഇതുപോലെ എടുക്കണോട്ടോ, ഇതുപോലെ എടുക്കണേ. അങ്ങനെയല്ല, എടുക്കണോട്ടാ. ഇവർക്ക് വീട് കിട്ടിയതുകൊണ്ടിട്ടാണ്. നല്ലാന്ന് പറ. നല്ല കോമ്പോ അല്ലേ. സൂപ്പർ. പുളി കുഴപ്പമില്ല. ഇതിനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് ചോക്ലേറ്റ് സിറപ്പ്. ചെറുതൊക്കെ എടുക്കാം. ഏതായാലും 2 കഴിക്കണമെന്നേ ഉള്ളൂ. എന്റെ അത്രയും നല്ല വൃത്തിയോടെ ഉണ്ടാവില്ല. പറയാം ഇത്തിരി കൂടെ. എനിക്കിവിടെ ഇരിക്കണേ. എങ്ങനെ ഉണ്ടാക്കൂ? നല്ലതാണോ? എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. ഒരുമാതിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് 2 പേർക്കും നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പറയാന്ന്. അപ്പൊ അടുത്തതായിട്ട് വന്നേക്കണത് പൈനാപ്പിൾ ആണ്. ഞാനതുകൊണ്ട് ചീത്തതുണ്ട്. അല്ലെങ്കിൽ ഞാനാണ് എടുക്ക്. നല്ലതാണോ മോശമാണോ അറിയില്ലല്ലോ. എന്റത് ഞാൻ ആദ്യം എടുത്തത്. 3. എനിക്ക് പേടിയാണ്. ഉപ്പും മുളകും. അയ്യോ മണം തന്നെ കുഴപ്പമില്ല. കുഴപ്പമില്ല, നല്ലായിരിക്കും. എനിക്ക് ഇപ്രാവശ്യം നല്ലതാണ് കേട്ടാ. എനിക്ക് തുടങ്ങിക്കോ. ഒരു പീസ് എടുത്താൽ
വേണേ കുരുവൊക്കെ മാറ്റിക്കോട്ടാ. എന്റെ അക്കു അനക്ക് ഭയങ്കര ആത്മാർത്ഥതയിലാണ്, ഇഷ്ടം മാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ലതാണ്. എനിക്ക് വായിന്ന് വെള്ളം വരുന്നു. പക്ഷെ റിൻസിക്ക് നല്ലതാണ്ടാ കിട്ടിയത്. എനിക്ക് അതാണ് സങ്കടം. കഴിഞ്ഞ പ്രാവശ്യം നല്ലത് ഇവക്കാ കിട്ടിയത്. ഭാഗ്യം. അത് മനസ്സ് നല്ലതായതുകൊണ്ട്. ആ ശരി, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ സോയാ സോസ് അപ്പൊ അനക്ക് കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഞാൻ ചെറുതെടുത്താ മതി. നമുക്ക് വെച്ചാലെന്നാ? ഇല്ല ഇല്ല, കാണണ്ടല്ലോ. അയ്യോ മുളക്. എനിക്ക് വായില് വെള്ളം വരും. നമുക്ക് ഒരു നല്ല കാലം. ഇവിടെ മിക്കവാറും വയറുള്ള കൂടി വെക്ക് ഇളകും. നീ നോക്കണ്ടടി, നിന്റെ ഈ ഇളക്കത്തിന് നിനക്കൊരു ഇളക്കം ഉറപ്പായി. പക്ഷെ നല്ല എരിവ്. നല്ല ടേസ്റ്റ് ഉണ്ടോ? എന്താ അടുത്താളെ ചെയ്തു. എന്റെ ദൈവമേ, എന്റെ ഒരു അവസ്ഥ നിങ്ങളെ ഈ പൈനാപ്പിളും ഈ ഉടങ്കൊല്ലി ബട്ടറും കൂട്ടി ഞാൻ എങ്ങനെ തിന്നാനായി? പാമ്പ് അടിക്കാനായിട്ട്. ഞാൻ കണ്ടില്ലല്ലോ. പട്ടണ്ട എങ്ങനെയുണ്ട്? കൊള്ളാവോ? കാര്യമായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടെന്ന്. കൊള്ളാല്ലേ? എക്സ്പ്രഷൻ വേണമെങ്കിൽ സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ. കൊള്ളാം. ബിയേടെന്നും പറഞ്ഞ ഇവന്മാര് മണ്ടന്മാരാണ്. വയറ്റിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് സൂപ്പർ. അപ്പൊ എന്റെ മാത്രമുള്ള ബിയേഡ് എല്ലാരും വീട്ടിൽ പോയി ട്രൈ ചെയ്തോ. അടുത്തതിന് നമ്മുടെ അക്കു. നോക്കിയെടുത്തോ. അയ്യോ, ഇതെടുക്കല്ലേ? എടി അതിന് അത് മൂടല്ലേ എടി, അതെടുക്ക്. ആത്മാർത്ഥതയിലാണ് കഴിച്ചേക്കുന്ന. അയ്യോ കടിക്കണത് ചോട്ടുണ്ടായില്ല. ആണോ? എങ്ങനെയുണ്ട്? പക്ഷെ പൈനാപ്പിള് മധുരം, നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. ഇഷ്ടപ്പെട്ടത് ഫിറോസിക്കയുടെ എക്സ്പ്രഷൻ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സക്കിലാട്ടിരിക്കുന്ന കഥ എനിക്ക് എല്ലാരും എടുത്ത് ബാക്കിയുള്ളത് മതി. ഈ പണ്ടാരം പിടിക്കാനായിട്ട് എന്താണ് എനിക്ക് 4 കിട്ടിയത്. 4, എനിക്ക് 1 ആയിക്കോ. എനിക്ക് 3. എനിക്ക് 1. എനിക്ക് 1 കിട്ടിയ നല്ലതാ. എടുക്ക്, 1 കിട്ടിയാലെടുത്തോ. എനിക്ക് എന്തായാലും 2. അയ്യോ, അച്ചാറ്. എനിക്ക് ഹണി. രണ്ടെണ്ണം നല്ല ചാറാണോ? തൊട്ട് നോക്കിയത് നല്ല ചാറ്. ഹണി. നല്ല എല്ലാം രക്ഷപ്പെട്ടു. ഇവളെല്ലാം നല്ല നാരങ്ങയൊന്നും ഇതിലും പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇപ്പൊ എല്ലാത്തിനും 3G കിട്ടിയേക്കണ എനിക്കാണല്ല, അക്കൂരും എനിക്കും. അടുത്തത് ഞാൻ ഏത്തപ്പഴം അച്ചാറ് കൂട്ടാ. അന്ന് എടുത്തിട്ട് കൊണ്ടാടാ. മൂക്കട്ടെ അധികം മൂക്കണ്ട. അല്ല നന്നായിട്ട് മുക്കിട്ടുണ്ട്. ഇതുപോലെ തന്നെ അല്ല, ഈ ഉപ്പെന്നാണ് ഇതേപോലെയല്ല, ഭയങ്കരമായിട്ട് കട്ടി. ഇതിൽ ഉപ്പും മുളക് എരിവ് എല്ലാം ഉണ്ട്. എന്ത് പറ്റിയത്? നല്ല ടേസ്റ്റ്. ചതുപ്പുള്ളതാ. പിന്നെ റൊട്ടി രണ്ടെണ്ണം തിന്നണമെന്നില്ല. ഞാൻ 2 ഒരുമിച്ചെടുത്ത് തിന്നടി. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അച്ചാറും ഏത്തപ്പഴം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? വാവ്, ഇത് നോക്കൂ, വേണ്ട. നല്ല വൃത്തിയായിട്ട് ടേസ്റ്റ്. അല്ലെങ്കിൽ ഇവളൊക്കെ പറയാൻ ഞാൻ മുക്കിയില്ലെന്ന്. ഞങ്ങൾ നോക്കണ്ടേ? എന്തെങ്കിലും പറയണ്ടേ? അമ്മേ. മുക്കിക്കോ. ഞാൻ എടുക്കാം. അക്കു സോസ് പിന്നെ നല്ലതാണ് അക്കു. സോസ് വളരെ നല്ലതായിരിക്കും. അങ്ങനെയല്ല, രണ്ടിലും സോസ് ആയില്ലെങ്കിൽ അക്കു. എന്റെ പെടല് കങ്ങാക്ക കുത്തി. വാ പിന്നെ ഫിറോസിക്ക ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ. അക്കുന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താണ് ഇതിനകത്ത് സോസ് ഉണ്ട്. മക്കിട്ടുണ്ടായത്. പിന്നെ അടുത്തൊക്കെ ചെയ്തു കഴിക്കും. എന്തായാലും വീയോടല്ലേ അപ്പൊ കഴിച്ചോ. അതെ, 2 ബനാന. അല്ല അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പാവില്ല, ഞങ്ങൾക്ക് സെപ്പറേറ്റ് കഴിച്ചേ. ഒറ്റ ഡിപ്പ് ചെയ്താൽ മതി. എനിക്ക് ഉപ്പാണ്ട. എന്റെ ദൈവമേ. അക്കു start. അടുത്ത നമുക്ക് ഐസ്ക്രീം ആണ്. നമുക്കിനി നറുക്കെടുക്കാം. അക്കൂലേക്ക് ഓ 2 3 1 4. ഫസ്റ്റ് ലൈന് ഞാൻ എടുക്കാം. വിത്ത് ഐസ്ക്രീം. അയ്യോ ഐസ്ക്രീം വേണ്ട മോക്ക്? നാക്ക്. അയ്യോ അപ്പൊ ഹണി. അച്ചാറ്. ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാം നമുക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യോ ഫസ്റ്റ് ആരാ? ഞാൻ അക്കു കളഞ്ഞിട്ടെ. നന്നായിട്ട് എടുത്തോയെ. നിങ്ങളുടെ പാട കട്ട് ചെയ്യുന്നു. ടൊമാറ്റോ സോസും ഐസ്ക്രീം കൂടിയാണ്. അക്കുവിന് കിട്ടേക്കുന്നത്. പിന്നെ ഇഷ്ടപ്പെട്ടു. കൊള്ളൂലെന്നുള്ളത് നല്ല തീറ്റ തിന്നണ്ടല്ലോ. അടുത്തത് ഗീതു. അത് പിന്നെ കാണണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം ഉപ്പും കൂട്ടി അഞ്ചാറ് ബുദ്ധിമുട്ടിയതാണ് എന്റെ പൊന്നു മക്കളെ. എല്ലാം ഒഴിക്കണ്ട കേട്ടോ, എല്ലാം ഒഴിക്കണ്ട, കുറച്ചെടുത്താ മതി. അതെന്താണ് അങ്ങനെ പറയണ? അല്ല അവള് അയ്യോ ഒരു സ്പൂൺ ഒന്നെടുത്താ മതി. മതി. എന്താണ് അവിടെ മാറ്റി വെക്കാം. അത് ഞാൻ മാറ്റി വെച്ചോണ്ട് എനിക്കറിയാം കേട്ടാ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അയ്യോ ചോക്ലേറ്റ് ഐസ്ക്രീം ആയി. മതി, ഇനി കൂടുതൽ കാണാനൊന്നും ഇല്ല അതില്. ഞങ്ങൾ സഹായിക്കട്ടെ കുറച്ച്. വേണ്ട, എനിക്കും കുഴപ്പമില്ല. അതിനടുത്ത റിൻസുന് ആ ക്രീം നമ്മ ഹണിയിടുന്ന അവിടെയൊക്കെ എല്ലായിടത്തും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാ. മിക്സൽ അതെ, പ്രത്യേകിച്ചൊന്നുമില്ല, ഐസ്ക്രീം തന്നെ. ഇഷ്ടമില്ല. എനിക്കിഷ്ടായി. കട്ട് ചെയ്തോടാ. അച്ചാർ എടുത്തിട്ടുണ്ട്. യഥാർത്ഥ ബിരിയാണി എങ്ങനെയുണ്ട്? കണ്ടില്ല, ഞാൻ കണ്ടില്ല. ഒന്നുകൂടി കണ്ടില്ല, സത്യത്തിൽ കണ്ടില്ല. ആ ഇഷ്ടപ്പെട്ടു, ഇഷ്ടായി. ഞാൻ പിന്നെ എന്താടി എടുത്തത്? 2 എനിക്ക് 1 ആണേ. എനിക്ക് 3. I got 3. എന്റെ അടുത്തുള്ള അപ്പൊ ഈ നമുക്ക് തുറന്ന് നോക്കാം. ഞാനുണ്ട്. ഞാനുണ്ട്. എനിക്ക് നാരങ്ങ പിന്നെ
ടൊമാറ്റോ സോസ്. നാരങ്ങ. നാരങ്ങ തന്നെ തുടങ്ങിക്കോളൂ. പക്ഷെ അത് ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോ. പരീക്ഷ നോക്കാം. ഓ എല്ലാരും കണ്ണിലോട്ടൊക്കെ തെറിപ്പിക്കണേ. ജിഞ്ചർ ഗാർലിക്കും കൂട്ടി എനിക്ക് തോന്നണേ അനഘ ഇപ്പൊ നാരങ്ങ തിന്ന് ഇപ്പൊ എല്ലാ ചലഞ്ചിലും തന്നെ ഇരിക്കും നാരങ്ങ. വേണ്ട നീ കഴിച്ചോ. ആറിനോടുണ്ട്. നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് മറ്റേ റെഡ് ലൈസ് കഴിക്കൂലേ ആ ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് വേണം മുക്കാം. നന്നായിട്ട് മുക്കിയാ മതി. ആ സൂര്യൻ അത് കഴിയൂലല്ലോ. ഓക്കെ മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എപ്പോ നോക്കിയാലും തുടക്കം കൊടുക്കോ ഇതൊക്കെ തന്നെ. കൃത്യമായിട്ട് ചൊവ്വയിരിക്കും എന്നാലും സാരിയില്ലത്. സാൻഡ്വിച്ച് ലൈസ് സാൻഡ്വിച്ച് പിന്നെ സ്പ്രെഡ് ചെയ്തൊക്കെ കഴിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഞാൻ കഴിക്കാൻ വേണ്ടി ചെറുതെടുക്കാം. കഴിച്ച പഠിച്ചു വന്നപ്പോ കഴിക്കണത് ഞാൻ. അല്ലെങ്കിൽ സോയാ സോസിന് ഒരുമാതിരി വൃത്തിയുടെ ചോയ. അത് ഏറ്റവും വൃത്തിയുടെ പഴത്തി മുക്കി തിന്നപ്പോഴല്ലേ സാരില്ലക്കൂ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതില് ഏറ്റവും കൂടുതൽ നല്ല ഡിപ്പ് കിട്ടിയിട്ടുള്ളത് റിൻസിക്കാണ്. ഒരെണ്ണം മാത്രമേ മോശമായിട്ടുള്ളൂ. ഏത്തപ്പഴം അച്ചാറും. ഏറ്റവും കൂടുതൽ വിയേർഡ് ആയിട്ടുള്ള കിട്ടിയത് നമ്മുടെ പാവൊന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. എന്ത് ചെയ്യാനാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ ബൈ.